നമസ്കാരം. നിങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥിയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആണോ? ഞാൻ ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യത്തെക്കുറിച്ചാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പല മാതാപിതാക്കൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ബുദ്ധിക്കുറവല്ല, പഠിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമാണ്. ആ കുട്ടികൾ സ്പെഷ്യലാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വായിക്കാൻ, എഴുതാൻ, പഠിക്കാൻ, കണക്കുകൾ കൂട്ടാൻ ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തേക്കാം. ചിലർക്ക് സ്പെല്ലിംഗ് തെറ്റും, ചിലർക്ക് നമ്പർ കൺഫ്യൂഷനായിരിക്കും, ചിലർക്ക് കേട്ടത് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് വായിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. ഒന്ന് വ്യക്തമായി പറയാം, ഇവർ അലസരല്ല, പഠിക്കാൻ കഴിവില്ലാത്തവരുമല്ല, മടിയന്മാരോ അല്ല. ഇവർ വ്യത്യസ്തമായി പഠിക്കുന്നവരാണെന്ന് മാത്രം. ഇത്തരം കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള കുട്ടികൾ പരീക്ഷയെ കൂടുതലായി പേടിക്കുന്നവരായിരിക്കും. എനിക്ക് ഒന്നും പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്നായിരിക്കും ഇത്തരം കുട്ടികൾ ചിന്തിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഇവിടെ ഏറ്റവും കുട്ടികളോട് നമ്മൾ പറയേണ്ടത്. നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് മറ്റു കുട്ടികളെക്കാൾ കുറച്ച് കൂടുതൽ സമയം വേണം എന്ന് മാത്രമാണ്. ഇങ്ങനെയുള്ള കുട്ടികളോട് മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിന്റെ മാർക്കല്ല വലുത്, നീ ശ്രമിക്കുന്നതിനാണ് പ്രാധാന്യം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കുട്ടികളോട് അധ്യാപകർ ചെയ്യേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ സ്ട്രെങ്ത് കണ്ടെത്താൻ ശ്രമിക്കുക. ഒന്ന് ഓർക്കുക, ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യമുള്ള കുട്ടികൾ ഒരിക്കലും പരാജിതർ അല്ല. ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനും അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെക്കാൾ വളരെ നന്നായി മുന്നേറുക തന്നെ ചെയ്യും. ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികൾ, ഐൻസ്റ്റീൻ പോലെയുള്ളവരും ചെറിയ പ്രായത്തിൽ പഠന വൈകല്യമുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായി പഠിക്കുന്നത് ഒരു കുറവല്ല, അത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. നന്ദി.